പറഞ്ഞു വരുന്നത് ഒവൈസിയുടെ നിലപാടുകളെ നമ്മൾ സംശയത്തോടെ കാണണം, തരൂരിന്റെയും അങ്ങനെ കാണണമെന്നാണോ? സംശയത്തോടെ കാണുന്നില്ല, ഇത് നാടകമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒവൈസിയും തരൂരും പിന്നെ എന്തായിരിക്കും കാരണം? ഓപ്പർച്യൂണിസം. ഒവൈസി വിലപേശാൻ വേണ്ടിയിട്ടാണ് ഈ നിലപാട് നാളെ ഉപയോഗിക്കാൻ പോകുന്നത്. തരൂര് ഒരു BJPയിൽ ലാറ്ററൽ എൻട്രി പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനെ പറയാൻ പറ്റും. അത് ഏകദേശം വ്യക്തമാണ്. അതിനുവേണ്ടി തന്നെയാണ് കുറെ കാലമായിട്ട് ട്രൈ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം, തരൂരിന് എവിടെ നിന്നെങ്കിലും ലോക്സഭയിലേക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ അത് കേരളത്തിൽ നിന്നാണ്. എനിക്ക് ശശി തരൂരാണെങ്കിലും ഒവൈസി ആണെങ്കിലും ഞാൻ ചോദിക്കുന്നത്, വാട്ട് മെയ്ഡ് യു നാഷണലിസ്റ്റ് ഇൻ എ ഷോർട്ട് സ്പാൻ? നാഷണലിസ്റ്റ് ഇഷ്യൂ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, CAA. അതൊരു നാഷണൽ ഇഷ്യൂ ആണ്. ഈ സാധനത്തെ നിങ്ങൾ എതിർത്തത് എന്തിനാണ്? ഇന്ത്യൻ മുസ്ലിങ്ങളെ നാടെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആർട്ടിക്കിൾ 370, വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് തിങ്. ഇത് എടുത്തു കളയുന്നതിനെ നഖശിഖാന്തം എതിർത്തവരാണ് ശശി തരൂരും അതെ, ഒവൈസിയും അതെ. വേർ യുവർ നാഷണലിസം അറ്റ് ദാറ്റ് ടൈം? പെട്ടെന്ന് ഇവർക്ക് ഏപ്രിൽ 6 പഹൽഗാം കഴിഞ്ഞപ്പോഴൊന്നും ഉണ്ടായില്ല. ഏപ്രിൽ 6-നും 7-നും ഇടയ്ക്കുള്ള രാത്രിയിൽ നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ അന്ന് പെട്ടെന്ന് ഇവർ ദേശസ്നേഹികളായിട്ട് മാറുന്നു. അസ്വാഭാവികമാണ്.